കൊച്ചി മെട്രോ സിറ്റിയെ ദീർഘകാലമായി അലട്ടുന്ന പ്രശ്നങ്ങൾ ജൂൺ മാസത്തോടുകൂടി സ്മാർട്ട് മിഷനിലൂടെ പരിഹരിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ്. സ്മാർട്ട് മിഷൻ പദ്ധതിയുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിന്റെ ഭാഗമായി കൊച്ചി രാജേന്ദ്ര മൈതാനം സന്ദർശിക്കുകയായിരുന്നു മന്ത്രി. കൊച്ചി സ്മാർട്ട് സിറ്റി മിഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്താനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് രാജേന്ദ്ര മൈതാനത്തെത്തിയത്. വരുന്ന ജൂൺ മാസത്തിൽ സ്മാർട്ട് സിറ്റി മിഷൻ പൂർത്തിയാക്കാനിരിക്കെയാണ് മന്ത്രിയുടെ സന്ദർശനം. 1070 കോടി രൂപയാണ് സ്മാർട്ട് സിറ്റി മിഷനായി വകയിരുത്തിയത്. അതിൽ 500 കോടി സംസ്ഥാന സർക്കാരും 500 കോടി കേന്ദ്ര സർക്കാരും 70 കോടി കൊച്ചി കോർപ്പറേഷനുമാണ് വഹിക്കുന്നത്. രാജേന്ദ്ര മൈതാനം പ്രധാനപ്പെട്ട ഒരു പൊതുവിടമാണ്. ആളുകൾക്ക് വൈകുന്നേരമൊക്കെ വന്നിരിക്കാനും സമയം ചെലവഴിക്കാനും ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു. ഇതുപോലെ പൊതുവിടങ്ങളെല്ലാം വികസിപ്പിക്കുകയാണ്, ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ വികസിപ്പിക്കുകയാണ്. അതിനു പുറമെ 773 കിലോമീറ്റർ റോഡുകളിൽ പുതിയ LED വെളിച്ച സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 40,000-ഓളം LED വിളക്കുകൾ കൊച്ചി നഗരത്തിൽ സ്മാർട്ട് സിറ്റി മിഷൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. വെള്ളക്കെട്ട് കൊച്ചിയുടെ ഏറ്റവും വലിയ പ്രശ്നമാണ്. നമുക്ക് വലിയ തോതിൽ ഇത് പരിഹരിക്കാൻ ഇത്തവണ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. സക്ഷൻ കം ജെറ്റിംഗ് മെഷീൻ ഒന്ന് നിലവിലുണ്ട്, വീണ്ടും ഒന്നുകൂടി ഇപ്പോൾ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൊച്ചി അലട്ടുന്ന വെള്ളക്കെട്ട്, ഭവനരഹിതർക്കുള്ള ഭവന സമുച്ചയം അടക്കമുള്ള പ്രശ്നങ്ങൾ സ്മാർട്ട് മിഷൻ പദ്ധതിയുടെ ഭാഗമായി പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അമൃത ന്യൂസ്, കൊച്ചി.